നമുക്ക് നല്ല നാടൻ മത്തിക്കറി ഉണ്ടാക്കിയാലോ. അടുപ്പിൽ ചട്ടി വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ജീരകവും പെരുംജീരകവും കുറച്ച് ഉലുവ ഇടാം. ശേഷം ഇതിലേക്ക് നമുക്ക് ഉള്ളി കട്ട് ചെയ്തത്, ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, പച്ചമുളക് ആവശ്യത്തിന് കീറിയത്, തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിനുള്ള മുളക് പൊടി യൂസ് ചെയ്യാം. എരിവിനനുസരിച്ചും കളറിനനുസരിച്ചും നമുക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യാം. എരിവിനനുസരിച്ച് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഞാൻ മല്ലിപ്പൊടി ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത് നല്ല കറിക്ക് തിക്ക് കിട്ടാൻ സഹായിക്കും. ചില ആൾക്കാർ മല്ലിപ്പൊടി യൂസ് ചെയ്യില്ല, പക്ഷേ ഞാൻ മല്ലിപ്പൊടി യൂസ് ചെയ്യും. നല്ല കറി വന്നിട്ട് നന്നായിട്ട് തിക്കായിട്ട് കിട്ടും. കുറച്ച് മഞ്ഞൾപ്പൊടിയും യൂസ് ചെയ്യും. മഞ്ഞൾപ്പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പ് യൂസ് ചെയ്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം കേട്ടോ. നമ്മൾ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ശേഷം ഇതെല്ലാം നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പ് യോജിപ്പിച്ച് ഉപ്പ് ടേസ്റ്റ് നോക്കി നമുക്കിത് അടച്ച് വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നമ്മുടെ കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. വറ്റി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത മത്തി അതിലേക്ക് ഇടാം. ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് തിളപ്പിച്ചുകൊണ്ട് നമുക്ക് ഓഫാക്കി വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ച് മീൻ ഉടയാതെ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്തിക്കറി റെഡി. ഉപ്പും പുളിയും എരിവെല്ലാം കറക്റ്റായിട്ടുണ്ട്. നമുക്കത് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം.